കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോർജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബീഫ് അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് അച്ചാർ തയ്യാറാക്കുവാനായി 1/2 കിലോ ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് ഇത് ബോയിൽ ചെയ്ത് എടുക്കാം. ഏകദേശം 8 വിസിൽ ആകുന്നവരെ ഞാൻ ബോയിൽ ചെയ്തു. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തു. ഒരല്പം വെള്ളം കൂടി വറ്റുവാനായിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ആ ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട്. ഇനി അച്ചാറിൻ്റെ ആവശ്യത്തിനായിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും എടുക്കാം. ഇനി ബീഫ് നമ്മൾ ബോയിൽ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പാൻ ചൂടായി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീഫ് ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ ബീഫ് റെഡിയായി കഴിഞ്ഞു. ഇത് ഒരുപാട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ബീഫിന് ഒരുപാട് കട്ടിയായി പോവും. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇത് സ്റ്റെയിനറിലേക്ക് മാറ്റുകയാണ്. എല്ലാ ബീഫും ഒരുപോലെ നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബീഫ് അച്ചാറിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമുക്കെടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നവർ അതിനനുസരിച്ച് ഉള്ള കണക്കിൽ മുളക് പൊടി എടുക്കേണ്ടതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഒരുപാട് അങ്ങ് പൗഡറാക്കാതെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇനി ബീഫ് അച്ചാർ തയ്യാറാക്കുവാനായി ഫ്രൈങ് പാൻ എടുക്കാം. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുവാൻ ഉപയോഗിച്ച ഓയിലാണ് ഇതിൽ എടുക്കുന്നത്. ഓയിലിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. അച്ചാറിന് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഓയിൽ എടുക്കാവുന്നതാണ്. കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്നത് അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ അച്ചാറിന് കഴിവതും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും അതിലേക്ക് ചേർത്ത് അത് വഴറ്റിയെടുക്കാം. ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ഒരു മീഡിയം ലെവലിൽ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മസാലയെല്ലാം നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ കടന്ന് റോസ്റ്റ് ആവുമ്പോൾ കുറച്ചുകൂടെ ആ പൊടികളെല്ലാം ഒന്ന് വികസിക്കുവാനായിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തതാണ്. അതിൻ്റെ കണക്ക് നോക്കി വേണം നമ്മൾ ഉപ്പ് ചേർക്കുവാനായിട്ട്. ഇനി ഏകദേശം 1 ടീസ്പൂൺ കണക്കിന് കായപ്പൊടി
ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് എടുക്കാം. അവസാനമായി 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ വിതറി വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബീഫ് അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരല്പം വിനിഗർ, അതായത് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ നാൾ അച്ചാർ ഇരിക്കണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമ്മൾ കൂട്ടി തീർക്കും എങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഓയിലും ഇതിൽ ചേർക്കാവുന്നതാണ്. ബീഫിൻ്റെ മുകളിൽ ബീഫ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഓയിലുണ്ടെങ്കിൽ വളരെ കൂടുതൽ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ബീഫ് അച്ചാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.